വിസയും പാസ്പോർട്ടുമില്ലാതെ വർഷങ്ങളായി ഒമാനിൽ ദുരിത ജീവിതം നയിക്കുന്ന കൊല്ലം സ്വദേശിക്ക് സഹായവുമായി പ്രവാസി മലയാളികളെത്തി. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ KMCC പ്രവർത്തകർ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി വഴി നിയമ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കൊല്ലം പറവൂർ സ്വദേശി ലേഖൻ സുകേശൻ വിസയില്ലാതെ ഒമാനിൽ താമസം തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഇടയ്ക്ക് എപ്പോഴോ പാസ്പോർട്ടും നഷ്ടമായി. കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതിനാൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായി. വിസയുടെയും പാസ്പോർട്ടിന്റെയും കാലാവധി കഴിഞ്ഞതോടെ ലേഖൻ അനധികൃത താമസക്കാരനുമായി. ഭക്ഷണത്തിനും വാടക നൽകാനും വകയില്ലാതെയാണ് കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞത്. ലേബർ കാർഡും വിസയും കഴിഞ്ഞിട്ട് 7 വർഷമായി. അതാണ് മെയിൻ പ്രശ്നം. നോക്കാന്ന് വെച്ചാൽ ആ സമയത്ത് എടുക്കുന്ന സമയത്ത് പൈസ ആദ്യമേ അടുക്കേണ്ട ആ പൈസ നമ്മളെ ഇല്ല അങ്ങനെ പറ്റിയത്. അത് 1 മാസമായി 2 മാസമായി പിന്നെ 2 കൊല്ലമായി അതങ്ങനെ കിടന്ന്. ഇതോടൊപ്പം വിവിധ രോഗങ്ങൾ കൂടി പിടിപെട്ടതോടെ സ്ഥിതി കൂടുതൽ ദയനീയമായി. കണ്ണുകൾക്ക് കാഴ്ചശേഷി കുറഞ്ഞു, ഇയർ ബാലൻസ് പോയി. പരസഹായമില്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതിനിടെയാണ് താമസിക്കാൻ ഒരിടം തേടി റൂവിയിലെ പൊതുപ്രവർത്തകൻ മുബഷിറിന്റെ അടുത്തെത്തുന്നത്. ഇദ്ദേഹമാണ് റൂവി KMCC പ്രവർത്തകരെ വിവരം അറിയിക്കുന്നത്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും ഇന്ത്യൻ എംബസി അതുപോലെ അവരെ ഒഫീഷ്യൽസിനെ ഇടപെടുത്തിയിട്ട് അത് ഫാസ്റ്റാക്കുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ KMCCനെ ബന്ധപ്പെട്ട് അവരതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. 34 വർഷം മുമ്പ് ഒമാനിലെത്തിയ ലേഖൻ പെയിന്റിംഗ് ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. അവിവാഹിതനായ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചു. സഹോദരങ്ങൾ മാത്രമാണ് നാട്ടിലുള്ളത്. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.